ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലിറ്റിൽ കൈറ്റ്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. 2025 ഡിസംബറിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനാണ് യൂറോപ്യൻ യൂണിയൻ 12 കോടി യൂറോ പിഴ ചുമത്തിയത്? ഉത്തരം എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്. ഒരു ചെസ് ബോർഡിൽ എത്ര വെളുത്ത കളങ്ങളുണ്ട്? ഉത്തരം 32 വെളുത്ത കളങ്ങൾ. ഓഫ്ലൈൻ കമ്പ്യൂട്ടറിൽ ഭൂമിശാസ്ത്ര വിവരങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം മാർബിൾ എന്ന സോഫ്റ്റ്വെയർ. സ്ലൈഡ് പ്രസന്റേഷൻ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്? ഉത്തരം ലിബറെ ഓഫീസ് ഇംപ്രസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട്കട്ട് കീ ഏതാണ്? ഉത്തരം Ctrl+C. Ctrl+C എന്ന ഷോർട്ട്കട്ട് കീയാണ് കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം വിശാഖപട്ടണത്തിലാണ് ഇന്ത്യയിൽ ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണ് കൈറ്റ് രൂപീകരിച്ചത്? ഉത്തരം 2001. 2001ലാണ് കൈറ്റ് രൂപീകരിച്ചത്. ജിംബ് ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേരെന്താണ്? ഉത്തരം വിൽബർ. വിൽബർ എന്നാണ് ജിംബിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര്. 310, 316, 323, 331, 340. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്രയാണ്? ഉത്തരം 350. ലോകത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചത് ഏത് രാജ്യമാണ്? ഉത്തരം അൽബേനിയയാണ് ആദ്യ AI ജനറേറ്റഡ് മന്ത്രിയെ നിയമിച്ചത്. UP ക്ലാസ്സിൽ ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം കളർ പെയിന്റ് എന്ന സോഫ്റ്റ്വെയറാണ് UP ക്ലാസ്സിൽ ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്നത്. കൈറ്റിൻ്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കൈറ്റിൻ്റെ പൂർണ്ണ രൂപം. ChatGPTക്ക് പകരമായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം ഗ്രോക്ക്. ഗ്രോക്ക് എന്ന പ്ലാറ്റ്ഫോമാണ് ChatGPTക്ക് പകരം ഇലോൺ മസ്ക് അവതരിപ്പിച്ചത്. ലിബറെ ഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട്കട്ട് ഏതാണ്? ഉത്തരം F5 എന്ന ഷോർട്ട്കട്ട് കീ. കൈറ്റിൻ്റെ പഴയ പേര് എന്താണ്? കൈറ്റിൻ്റെ പഴയ പേര് എന്താണ്? ഉത്തരം IT അറ്റ് സ്കൂൾ പ്രൊജക്റ്റ് എന്നാണ് കൈറ്റിൻ്റെ പഴയ പേര്. കൈറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ചാനലിൻ്റെ പേരെന്താണ്? ഉത്തരം വിക്ടേഴ്സ് എന്ന ചാനൽ. ഗണിത ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഗണിത ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്?
ഉത്തരം ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ. സ്ക്രാച്ച് ജാലകം തുറക്കുമ്പോൾ ലഭിക്കുന്ന പശ്ചാത്തലത്തെ പറയുന്നത് എന്താണ്? ഉത്തരം സ്റ്റേജ്. സ്റ്റേജ് എന്നാണ് സ്ക്രാച്ച് ജാലകം തുറക്കുമ്പോൾ ലഭിക്കുന്ന പശ്ചാത്തലത്തെ പറയുന്നത്. ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഉത്തരം 8999. കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ ഏതാണ്? ഉത്തരം Ctrl+X എന്ന ഷോർട്ട് കീ. Ctrl+Vയുടെ ഉപയോഗം എന്താണ്? ഉത്തരം കട്ട് ചെയ്തവ പേസ്റ്റ് ചെയ്യാൻ അഥവാ കോപ്പി ചെയ്തവ പേസ്റ്റ് ചെയ്യാനാണ് Ctrl+V ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ജപ്പാനിൽ സമയം ഉച്ചയ്ക്ക് 2:30 ആകുമ്പോൾ കൊൽക്കത്തയിൽ സമയം രാവിലെ 11 മണിയാണ്. ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് ഏത് തരം വീഡിയോകളാണ് വേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.